എൻ്റെ ഒരു വല്യമ്മച്ചിയുടെ കഥ പറയാം. വല്യമ്മച്ചി എന്ന് വെച്ചാൽ അമ്മയുടെ മുത്തശ്ശി. എൻ്റെ വലിയ മുത്തശ്ശി ഒരു 5-5.25 പൊക്കം, ഒരു വളരെ ആകാര ഭംഗിയുള്ള ഒരു രൂപം, വെള്ളി പോലെ തലമുടി, സ്വർണത്തിൻ്റെ നിറം, ഇങ്ങനെ ഒരു മെതിയടിയും ഇട്ട് മുലക്കച്ചിയുമായിട്ട് ഇങ്ങനെ അമ്മയുടെ തറവാട്ട് വീട്ടിൽ, പത്മവിലാസം എന്നാണ് ആ വീടിൻ്റെ പേര്. അവിടുത്തെ ഈ നാലുകെട്ടിൽ വളരെ വീതിയുള്ള വരാന്തയാണ്, അവിടെ ഇങ്ങനെ നടക്കും. അപ്പോൾ ഈ മെതിയടി ഒരു ഇംപ്രവൈസ്ഡ് മെതിയടിയാണ്. അതിന് ഈ തടിയുടെ ഇടയിൽ ഒരു റബ്ബർ സോൾ വെച്ചിട്ടുണ്ട്, അതുപോലെ ലെതർ സ്ട്രാപ്പും ഉണ്ട്. എങ്കിലും നടക്കുമ്പോൾ ഒരു തടിയുടെ ശബ്ദം കേൾക്കും. അപ്പോൾ ഞാനന്ന് വളരെ ചെറിയതാണ്, എൻ്റെ ശൈശവമാണ് ഈ പറയുന്നത്. എനിക്ക് ഓർമ്മയുണ്ട് ഇതെങ്ങനെ ഈ ശബ്ദം വരുന്നു നോക്കി. ഒരിക്കൽ ഞാൻ നോക്കിയപ്പോൾ ഈ 2 തടി കഷ്ണങ്ങൾ ചെറുതായിട്ട് ഒരേത്തക്ക രീതി വെച്ചിട്ടുണ്ട്. അത് ഒരു ശബ്ദവും വേണം, സൈലൻ്റായിട്ട് നടക്കുന്നത്. ഒരു വലിയ ഒരു കുടുംബത്തിലെ ഒരു അധിപയായിരുന്നു, ഒരു മെട്രിയാർക്കൽ കുടുംബം. അവിടെയാണ് എൻ്റെ ആദ്യത്തെ 7 വർഷങ്ങൾ ഞാൻ പിന്നിട്ടത്. ഈ വളരെ വലിയ ഒരു പാരമ്പര്യമുള്ളൊരു കുടുംബമായിരുന്നു. അവരുടെ അച്ഛൻ ആയില്യം മഹാരാജാവിൻ്റെ പോലീസ് സൂപ്രണ്ട്, ഇന്നത്തെ DGP, പോലീസിൻ്റെ ചീഫായിരുന്നു. അപ്പോൾ ഇവർ വളർന്നതൊക്കെ അന്നത്തെ കൊട്ടാരത്തിലാണെന്നാണ് കേൾവി. ഏതായാലും ഒരു വിവാഹം കഴിച്ചത് വലിയൊരു ധനാഢ്യനായിരുന്നു. അദ്ദേഹം വെച്ച ആ ബംഗ്ലാവ് ഈ തക്കല എന്ന് പറയുന്നത് ഇന്നത്തെ നാഞ്ചിനാട്, പഴയ നാഞ്ചിനാട്, ഇന്നത്തെ കന്യാകുമാരി ജില്ല, അവിടെയാണ് എൻ്റെ അമ്മയുടെ വീട്. അപ്പോൾ ഈ അമ്മച്ചി ഇങ്ങനെ നടക്കും, ഇങ്ങനെ നടന്ന്. അപ്പോൾ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഇവർ വളരെയധികം ദാനശീലമുള്ളവരായിരുന്നു, വളരെയധികം ആശ്രിത വാത്സല്യം, ഒരുപാട് ആർഭാടപ്രിയം, ഇതെല്ലാം കൊണ്ട് ഒരുപാട് സാമ്പത്തിക ശക്തിയൊക്കെ ക്ഷയിച്ചു. വസ്തുക്കളെല്ലാം അന്യാധീനമായി പെട്ടുകൊണ്ടിരുന്ന ഒരു കാലത്താണ്. അപ്പോൾ ആ കുടുംബത്തിൽ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്, അമ്മയുടെ ജ്യേഷ്ഠത്തി വലിയമ്മ, അവരുടെ ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം പേഴ്സണാലിറ്റി വ്യത്യാസമുള്ള ആളുകളാണ്. അച്ഛനാണെങ്കിൽ വളരെ കൺസർവേറ്റീവാണ്, ആർഭാടം ഇഷ്ടമില്ലാത്ത. ഈ വല്യമ്മച്ചി ആയാലും ബാക്കിയുള്ള എൻ്റെ അമ്മയുടെ അമ്മയായാലും അവരൊക്കെ ആർഭാടം ഇഷ്ടപ്പെടുന്ന പഴയ ഒരു അർബനൈസ്ഡ് ഒരു സോഫിസ്റ്റിക്കേഷനുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ആ വീട്ടിലെ ആ സംഘർഷങ്ങളെല്ലാം ചെറിയ ഒരു പ്രായത്തിൽ തന്നെ എൻ്റെ മനസ്സിൽ പതിഞ്ഞു. അതിനിടയിൽ ഈ അമ്മച്ചിക്ക് ഒരു അസുഖം വന്നു. അപ്പോൾ ആയുർവേദ ചികിത്സ, വീട്ടിൽ തന്നെ വൈദ്യൻ വന്ന് ഔഷധങ്ങളുണ്ടാക്കുന്നു, ഔഷധത്തിൻ്റെ മണം ഇതെല്ലാം അവിടെ പ്രസരിക്കുന്നു. അത് കഴിഞ്ഞ് അവരുടെ മരണം. ഈ മരണം വളരെ വിപുലമായ ഒരു ആചാരമാണ് തെക്കൻ തിരുവിതാംകൂറിലെ മരണം എന്ന് പറഞ്ഞാൽ. ഈ ശ്മശാനത്തിൽ കൊണ്ടുപോകുന്നത് തന്നെ വെള്ള തുണി വിരിച്ച് അതിൽ കൂടെ ഞാൻ കൊണ്ടുപോകുന്ന ഒരു ആഘോഷമായിട്ടുള്ള യാത്ര. അപ്പോൾ ഇതെല്ലാം കണ്ട് വർഷങ്ങൾക്ക് ശേഷം, അപ്പോൾ അത് 7 വയസ്സ് വരെയാണ് ഞാൻ അവിടെ ജീവിച്ചത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയ്ക്കൊരു ഓപ്പറേഷൻ ഉണ്ടായി. ഒരു വലിയൊരു ഉദരവേദനയൊക്കെ വന്ന്, വയറിൽ വേദന വന്ന്, പെട്ടെന്നൊരു എമർജൻസി ഓപ്പറേഷൻ. തൈക്കാട് ആശുപത്രിയാണെന്ന് ഉള്ള ഏറ്റവും വലിയ ആശുപത്രി, അവിടെ ചെയ്തു. അത് കഴിഞ്ഞ് ആശുപത്രിയിൽ ഞാനൊരു ബൈസ്റ്റാൻഡറായിട്ട്, ബൈസ്റ്റാൻഡർ വെച്ചാൽ അച്ഛൻ പോയപ്പോൾ ഞാനെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി. ആശുപത്രിയിൽ അന്ന് തൈക്കാട് ആശുപത്രിയിലൊരു പേവാടെന്ന് വെച്ചാൽ ഒരു ചെറിയ മുറിയാണ്. അത് താഴെ ഇങ്ങനെ പച്ച നിറവും മുകളിൽ ക്രീം കളറിൽ ഇനാമലടിച്ച ഒരു മുറി. പേവാർഡിൽ ഇങ്ങനെ ഒരു ഡ്രിപ്പ് സെറ്റുണ്ട്. പിന്നെ അപ്പുറത്തെ ബാത്റൂമിൽ അശയിൽ റബ്ബർ ഷീറ്റ്, ഈ റബ്ബർ ഷീറ്റ് എപ്പോഴും ഇരിക്കുമല്ലോ, അതുണ്ട്. അതിൻ്റെ മൂലയിലൊരു കമ്മോട് കതിപ്പിച്ച ഒരു ഉടൻ ഇതിലേറ്റവും രസം, വൈകുന്നേരം ആകുമ്പോൾ അച്ഛൻ എന്നെയും കൂട്ടി വെളിയിലിറങ്ങും. വിസിറ്റേഴ്സ് വരുന്ന സമയമാണ്. അപ്പോൾ വെളിയിറങ്ങുമ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ, അപ്പോൾ നേരെ എതിർവശത്തൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്, അവിടെ പോയി എന്തെങ്കിലും വടയോ ഒക്കെ കഴിച്ച് ഞങ്ങൾ നോക്കുമ്പോൾ എതിർവശത്ത് തൈക്കാട് ആശുപത്രി, പഴയ തൈക്കാട് ആശുപത്രിയുടെ വരാന്ത കാണാം. ഈ വരാന്തയിൽ വൈകുന്നേരം ഈ ഒരു കയ്യിൽ ചുട്ട പപ്പടവും മറ്റേ കയ്യിൽ കഞ്ഞി കുടിക്കാനുള്ള പാത്രവുമായിട്ട് വൈകുന്നേരത്തെ കഞ്ഞിക്ക് വേണ്ടി വരി നിൽക്കുന്ന പൂർണ്ണ ഗർഭിണികളായ രോഗികളെ കാണും, അമ്മമാരെ കാണും. അപ്പോൾ ഈ ചിത്രം ഇങ്ങനെ വരിയായിട്ട് പപ്പടവും, പപ്പടം ഒരു ടോക്കണാണ്. ഈ ചുട്ട പപ്പടം കൊണ്ടു കൊടുത്താലാണ് കഞ്ഞി കൊടുക്കുക. ഈ ഇങ്ങനെ വരിയായിട്ട് നിൽക്കുന്ന ഈ അമ്മമാരുടെ ചിത്രം, ഗർഭിണികളായ സ്ത്രീകളുടെ ചിത്രമാണ് ബാലനായ എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് കടന്നുകൂടിയ ഒരു ആശുപത്രി ദൃശ്യം. അന്ന് കടന്നുകൂടിയ ആ ചിത്രം ആ ദൃശ്യം ഒരു കാലവും എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല.
അത് കഴിഞ്ഞിട്ട് ഈ ആശുപത്രിയിൽ നിന്ന് അമ്മയുടെ ഇതും കഴിഞ്ഞിട്ട് ഞങ്ങൾ കിളിമാനൂർ അച്ഛൻ്റെ വീട്ടിലേക്ക് വന്നു. അതൊരു കുഗ്രാമമാണ്. കിളിമാനൂർ എൻ്റെ അടുത്ത് പുളിമാത്ത് എന്നൊരു ഗ്രാമമുണ്ട്, തിരുവനന്തപുരം ജില്ലയിലെ വടക്കേ അറ്റം. അവിടെ നേരെ ടോട്ടലി ഒരു റൂറൽ സെറ്റപ്പാണ്. അവിടുത്തെ ഒരു വിദ്യാലയത്തിൽ ആണ് പഠിച്ചത്. അപ്പോൾ ആദ്യത്തെ 5 വർഷം ഞാൻ പ്രൈമറി വിദ്യാഭ്യാസം സ്കൂളിൽ പോയിട്ടില്ല, വീട്ടിൽ ഇരുന്ന് പഠിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് 6ാമത്തെ വയസ്സ് കഴിഞ്ഞ് 6 വയസ്സുള്ളപ്പോൾ 6ാം ക്ലാസ് എഴുതി, 6th സ്റ്റാൻഡേർഡ് 5ാം ക്ലാസ് പരീക്ഷ എഴുതി 6ാം ക്ലാസ്സിൽ ചേർന്നു. അവിടുത്തെ ഹെഡ് മാസ്റ്ററായിരുന്ന എൻ്റെ അച്ഛൻ്റെ അനുജൻ തന്നെയാണ് രാഘവൻ പിള്ള. ഇദ്ദേഹം ഒരു സമ്പൂർണമായ ഒരു സ്വഭാവ സവിശേഷതകളുള്ള ഒരു ഗ്രാമീണ അധ്യാപകനായിരുന്നു. കാരണം സ്കൂളിലെ എല്ലാ കാര്യവും നോക്കും, നാട്ടുകാരുടെ എല്ലാ കാര്യത്തിലും വയ്ക്കും, അവിടുത്തെ എല്ലാ സാംസ്കാരിക മുന്നേറ്റങ്ങളുടെയും മുൻനിരയിലുണ്ട്. അപ്പോൾ ഇദ്ദേഹത്താണ് ഞാൻ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ സ്കൂളിൽ പോയി, ആ സ്കൂൾ ചെറിയ സ്കൂളാണ്, ഒരു മാനേജ്മെൻറ്റ് സ്കൂളാണ്. പക്ഷെ അവിടെ എല്ലാ സാമൂഹ്യ ചലനങ്ങളുടെയും എന്തെങ്കിലുമൊക്കെ ഇദ്ദേഹം സംഘടിപ്പിക്കും. അപ്പോഴാണ് 1957 കേരള പിറവിയും 56 കേരള പിറവിയും 57 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വരുന്നത്, EMS മന്ത്രിസഭ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് എൻ്റെ വീട്ടിൽ റേഡിയോ ഇല്ല, സമീപത്തുള്ള വീട്ടിൽ പോയി റേഡിയോയിൽ EMSൻ്റെ ചാർജ് എടുത്തതിന് ശേഷമുള്ള പ്രസംഗം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഏതായാലും ആ സ്കൂളിൽ അന്ന് ലേബർ വീക്ക് എന്ന് പറഞ്ഞൊരു വീക്കുണ്ട്. വെച്ചാൽ ഒരാഴ്ച എല്ലാവരും ഈ എന്തെങ്കിലും ശാരീരികമായ കാര്യങ്ങളിൽ ഇടപെടണം. അത് ഒരു റോഡ് പണിയാകാം, അല്ലെങ്കിൽ ഒരു പറമ്പ് വൃത്തിയാക്കുന്നതാകാം. അപ്പോൾ ഞാൻ ഇച്ചിരി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വീടാണ്, അവിടുത്തെ ഒരു മെച്ചപ്പെട്ട വീടാണ്. അപ്പോൾ ഒന്ന് മാറിയൊക്കെ നിൽക്കാനാണ് ശീലിക്കുന്നത്. അപ്പോൾ അതൊന്നും സമ്മതിക്കില്ല. എല്ലാത്തിലും മൺവട്ടിയൊക്കെ പിടിക്കുമ്പോൾ കയ്യിൽ തഴമ്പ് വേദനയൊക്കെ വരും, അതൊന്നും സമ്മതിക്കില്ല. മാത്രമല്ല ഇദ്ദേഹം എന്നെ കൊണ്ട് നടന്ന് അന്ന് എല്ലാ സിനിമയ്ക്കും നാടകത്തിനും എല്ലാം കൊണ്ട് നടക്കും. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി 3 പ്രാവശ്യം കണ്ടു. അങ്ങനെ ഞാൻ 11ാം ക്ലാസ്സാണ് അത് ഫിനിഷ് ചെയ്ത്. അപ്പോൾ എനിക്ക് വയസ്സ് തികയാത്തതുകൊണ്ട് ആദ്യത്തെ പ്രാവശ്യം സ്കൂൾ ഫൈനൽ എഴുതാൻ പറ്റിയില്ല. കാരണം അന്ന് 13 വയസ്സ് തികഞ്ഞാലേ എഴുതാൻ പറ്റുള്ളൂ. എനിക്ക് 13 തികഞ്ഞിട്ടില്ല. 1 വർഷം കഴിഞ്ഞാണ് എഴുതിയത്. 1 വർഷമല്ല, സെപ്റ്റംബറിൽ എഴുതി ജയിച്ചു. കോളേജിലേക്ക് തിരുവനന്തപുരം നഗരത്തിലേക്ക് വന്നു. പിന്നെ ഞാനാക്കിയത് തിരുവനന്തപുരം നഗരമാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞങ്ങൾ ഒരു ഗ്രാമീണ സ്കൂളിൽ നിന്ന് വന്ന ഒരു ഗ്രൂപ്പാണ്. തിരുവനന്തപുരത്ത് ആർട്സ് കോളേജ്, ഇന്നത്തെ ആർട്സ് കോളേജ്, അന്ന് ഇൻ്റർമീഡിയറ്റ് കോളേജ് എന്ന് പറയും, പ്രീ യൂണിവേഴ്സിറ്റി എന്നൊരു കോഴ്സാണ്. ആദ്യത്തെ 2-3 മാസം നമുക്ക് ഇംഗ്ലീഷിലാണ് ക്ലാസ്സൊക്കെ. അപ്പോൾ ഇംഗ്ലീഷൊന്നും അത്രയും പോരാ. പക്ഷേ ഈ പഠിക്കുന്ന സ്കൂളിൽ ഞാൻ എല്ലാത്തിലും പങ്കെടുക്കുന്നതുകൊണ്ട് എനിക്ക് സ്റ്റേജ് ഫിയർ എന്നൊന്നും ഉണ്ടായിട്ടേ ഇല്ല. എല്ലാത്തിലും പാട്ട്. ആക്ച്വലി ആ സ്കൂളിൽ ഞാൻ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസും എല്ലാം ഉണ്ട്. അവിടുത്തെ ഈ കലാമത്സരങ്ങളിൽ കരമന കൃഷ്ണൻ നായർ, ഇന്നത്തെ KS ചിത്രയുടെ അച്ഛൻ, അദ്ദേഹമായിരുന്നു എൻ്റെ ഗണിതാധ്യാപകൻ. 3 വർഷം സാറാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ പാട്ടിൻ്റെ പരിപാടിയൊക്കെ വരുമ്പോൾ സാറിരുന്ന് പറയും. സാറ് കുറേ പിള്ളേരെ നോക്കും. അപ്പോൾ ഞാൻ എല്ലാത്തിലും ഉണ്ട്. സിംഗിൾ പാട്ടുണ്ട്, പിന്നെ ഗ്രൂപ്പ് സോങ്. അന്ന് 2 പരിപാടിയുണ്ട്, വില്ലടിച്ചാൻ പാട്ട്, കഥാപ്രസംഗം. ഇത് രണ്ടും ഏതാണ്ട് അന്യം നിന്നതാണ്. പക്ഷേ ഇതിലൊക്കെ ഉണ്ട്. അപ്പോൾ പാട്ട് പാടുമ്പോൾ സാറ് പറയും, നിൻ്റെ ശബ്ദം കൊള്ളാം, പിന്നെ നിനക്ക് നല്ല ഭാവമുണ്ട്, ലയമുണ്ട്. അപ്പോൾ ലയം എന്താണെന്ന് പിന്നെയൊക്കെയാണ് എനിക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായത്. പക്ഷേ നിനക്ക് പിച്ച് തെറ്റുന്നുണ്ട്, താളം തീരെയില്ല, നീ പഠിക്കാൻ പോകണം, കർണാട്ടിക് മ്യൂസിക് പഠിക്കാൻ പോകണം. പക്ഷേ ആഗ്രഹമായിരുന്നു, നടന്നില്ല. 1-2 പ്രാവശ്യം ചെറുതായിട്ട് ശ്രമിച്ചെങ്കിലും എൻ്റെ തന്നെ സഹജമായ അലസത കൊണ്ടും അസൗകര്യങ്ങൾ കൊണ്ടും ഒക്കെ നടന്നില്ല. അപ്പോൾ കരമന കൃഷ്ണൻ നായർ സാറാണ്, അദ്ദേഹമാണ് എൻ്റെ ഒരേ ഒരു സംഗീത അധ്യാപകൻ എന്ന് പറയേണ്ട. സാറ് പാട്ടൊക്കെ പഠിപ്പിച്ചു തരും ഈ പരിപാടിക്ക് മാത്രം. അന്ന് തന്നെ അദ്ദേഹം ആകാശവാണിയുടെ ഒരു വലിയ ലേഖനം. അങ്ങനെ ഒരു മ്യൂസിക്കിൻ്റെയും കലയുടെയും എല്ലാം കൊണ്ട് ഞാൻ വന്നെങ്കിലും ഈ തിരുവനന്തപുരത്ത് കോളേജിൽ പഠിക്കാൻ വന്നപ്പം ഇംഗ്ലീഷൊന്നും പോരാ, അങ്ങനെ നിന്നു. പക്ഷേ ഞങ്ങൾ കുറേ റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരെല്ലാം കൂടെ ഒരുമിച്ച് ശ്രമിച്ച് നന്നായിട്ടങ്ങ് പഠിച്ചു. ചുരുക്കത്തിൽ ആ പരീക്ഷ വളരെ നല്ല മാർക്കോടെ കൂടി ജയിച്ചു. അപ്പോൾ അവിടെ കോളേജിൽ മാത്രമല്ല, ഞാൻ പബ്ലിക് ലൈബ്രറിയിലും സ്ഥിരമായിട്ട്, അന്ന് ഒരു അമേരിക്കൻ ലൈബ്രറി ഉണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ, ഇന്നത്തെ സൗത്ത് പാർക്ക് ഹോട്ടലിൽ കിടക്കുന്ന സ്ഥലത്ത്, അവിടെ പോവും. പിന്നെ അങ്ങനെ അവിടെ ലൈബ്രറികളിൽ പോയിരുന്ന എല്ലാ ആനുകാലികയും വായിക്കും.
പിന്നെ എനിക്ക് കെ ബാലകൃഷ്ണനെ പരിചയപ്പെടാനൊരു സന്ദർഭം കിട്ടിയിട്ടുണ്ട്, കൗമുദി പത്രാധിപർ. അദ്ദേഹമാണ് ഞാൻ എഴുതിയത് കൗമുദിയിലേക്ക് അയക്കുന്നതിൽ ആദ്യമായിട്ട് ഞാൻ എഴുതിയതിൽ പെൻസിൽ വെച്ച് വരച്ച ആൾ അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞു, എടാ നിനക്ക് തോന്നുന്നത് എഴുതിയാൽ മതി, നീ കുറച്ച് സാഹിത്യവും സൗന്ദര്യവും ഒക്കെ ഇത് ചേർക്കാൻ ശ്രമിക്കുന്നു, അത് ചെയ്യണ്ട. നീ എഴുതിയതിൽ ഒരു 10-15% കളയേണ്ടി വരും, അങ്ങനെ എഴുതാവുമെന്ന്. എനിക്ക് തോന്നുന്നു ഇന്നും അതെവിടെയോ കിടപ്പുണ്ട്. ഞാൻ എഴുതുമ്പം 10-15% വ്യത്യാസം വരുത്തുള്ളൂ. സാഹിത്യം തീരെ കുറവാണെന്നൊരു ക്രിറ്റിസിസം കേട്ടു. ഏതായാലും പഠിത്തത്തിൽ നല്ല മാർക്ക് വെച്ചപ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി, ഇനി എന്താ പഠിക്കാൻ പോകുന്നത്, മെഡിസിൻ പഠിക്കണോ എൻജിനീയറിംഗ് പഠിക്കണോ? അതാണ് അന്നത്തെ എൻ്റെ ചോയ്സ്. സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചിട്ടേ ഇല്ലായിരുന്നു എനിക്ക് എന്തോ പഠിക്കണമെന്നോ എന്തോ ആകണമെന്നോ. എന്തെങ്കിലും ആകണം എന്ന് തന്നെ തോന്നിയിരുന്നില്ല ആ പീരീഡിൽ. കുറേ കാര്യങ്ങൾ ചെയ്യുക, ആ നഗരത്തിൻ്റെ ആ ഒരു ചൈതന്യം, അവിടുത്തെ യൗവനത്തിൻ്റെ ചൈതന്യം, അവിടുത്തെ കൗമാരത്തിൻ്റെ ആ ഒരു തുടിപ്പ്, ഇതെല്ലാം കണ്ട് സന്തോഷവാനായിട്ട് പഠിത്തവും നന്നായിട്ട് ചെയ്യും. അങ്ങനെ ഒരു ജീവിതമായിരുന്നു അത്. പക്ഷേ ഇനി ആലോചിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് നല്ല മാർക്കുണ്ട്, ഒന്ന് മാർക്ക് വെച്ചാണ്, ഈ നീറ്റ് എക്സാം ഒന്നും വന്നിട്ടില്ലല്ലോ, നീറ്റൊന്നുമില്ല. അങ്ങനെ വന്ന് അവസാനം അപ്പോൾ എൻ്റെ അച്ഛൻ വളരെ മിതഭാഷിയാണ്, ഒന്നും സംസാരിക്കത്തില്ല, അധികം ഗൈഡൻസ് ഒന്നും തരത്തില്ല. പക്ഷേ ഈ സന്ദർഭത്തിൽ പുള്ളി പറഞ്ഞു, അപ്പോൾ എൻ്റെ അമ്മ ഉറപ്പിച്ച് പറഞ്ഞു, നീ മെഡിസിൻ തന്നെ പഠിക്കാൻ പോകണം. കാര്യം അമ്മയുടെ പ്രൊഫഷൻ മനസ്സിൽ 2 പ്രൊഫഷനേ ഉള്ളൂ, ആണുങ്ങളാണെങ്കിൽ ഡോക്ടർ, പെണ്ണാണെങ്കിൽ നേഴ്സ്. അങ്ങനെ എന്തോ ഒരു ഷീ വാസ് എ അമച്വർ നേഴ്സ് പോലെയാണ്. സമീപത്തുള്ള കുടുംബത്തിലുള്ള ആർക്കെങ്കിലും അസുഖം വന്നാൽ, സമീപത്തുള്ള അസുഖം വന്നാൽ അമ്മ ആശുപത്രിയിൽ ബൈസ്റ്റാൻഡറായിട്ട് പോകും. ഒരു ബാഗും കൊണ്ട് പോകുന്ന അമ്മയുടെ ചിത്രം എൻ്റെ മനസ്സിൽ എന്നും സജീവമായിട്ടുണ്ട്. ഷീ വാസ് എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ്. അപ്പോൾ അമ്മ പറഞ്ഞു, നീ ഇത് പഠിക്കാൻ മെഡിസിൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടും, സുഖമായിട്ട് പഠിക്കാം, അത് പോയേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിത് ബയോളജി ആലോചിക്കുമ്പോൾ തന്നെ വിഷമമാണ്, ഇത് കീറുന്നത്, മുറിക്കുന്നത്, പിന്നെ ശവശരീരം എന്ന് പറയുന്നത് ആലോചിക്കാൻ പോലും വയ്യ. അമ്മ നിർബന്ധിച്ചു. അച്ഛൻ പറഞ്ഞു, എടാ നിൻ്റെ പരിപാടി. ഞാൻ പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷ് MA പഠിക്കാം, BA ഇംഗ്ലീഷ്, എന്നിട്ട് ഞാൻ ഒരു കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനാകാം, പിന്നെ ഞാൻ ഇല്ലെങ്കിൽ പത്രപ്രവർത്തനം കുറേ ചെയ്യാം. അച്ഛൻ പറഞ്ഞു, സംഗതി കൊള്ളാം, നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ എനിക്ക് കോളേജിൽ ജോലി കിട്ടും, മാർക്ക് കിട്ടിയില്ലെങ്കിലോ നിനക്കൊരു ക്ലറിക്കൽ ജോലി പോലും കിട്ടത്തില്ല. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇതല്ലേ, ഒരു പ്രൊഫഷനല്ലേ, ഒരു ജോലിയും കിട്ടിയില്ലെങ്കിലും ഒരിടത്തിരുന്നാൽ ജീവിക്കാം. നിശ്ചയിച്ചു, ശരി. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. മെഡിക്കൽ കോളേജിൽ പോയി ആപ്ലിക്കേഷൻ ഫോം വാങ്ങിച്ചപ്പം വീണ്ടും വയസ്സ് തികഞ്ഞിട്ടില്ല. എന്നിട്ട് 1 വർഷം കൂടെ ഞാൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചു. എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിൽ ഞാൻ കരുതുന്ന ഒറ്റ വർഷമേ പഠിച്ചുള്ളൂ. അടുത്ത വർഷം വയസ്സ് തികഞ്ഞുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോയി, മെഡിക്കൽ പഠനത്തിന് പോയി. ആ പീരീഡ് ഏറ്റവും വലിയ വർഷമായിരുന്നു. വളരെ, കാരണം പുറത്തുള്ള സമൂഹത്തിൻ്റെ എല്ലാ ചലനങ്ങളും, സാമൂഹ്യ ചലനങ്ങളും രാഷ്ട്രീയ ചലനങ്ങളും തിരകളായിട്ടും ഓളങ്ങളായിട്ടും അലയടിച്ചെത്തുന്ന ഒരു വിദ്യാലയമായിരുന്നു. ഒരേ സമയം പ്രതിഭയും അതേസമയം അല്ലാതുള്ള അക്രമവാസനയും എല്ലാം വരും. പക്ഷേ ഞാൻ ഏറ്റവും ചെറിയ കുട്ടിയാണ്, പഠിച്ച എല്ലാ ക്ലാസ്സിലും ഏറ്റവും പ്രായം കുറഞ്ഞവനായതുകൊണ്ട് പിന്നെ എൻ്റെ സഹജമായ ഒരു ഭയമൊക്കെ ഉണ്ട്, എന്തിലും മുന്നണി പ്രവർത്തകനായ. അതുകൊണ്ട് എന്താ പറയേണ്ടത്, അതിനോട് സഹകരിക്കുന്ന ഒരാളും ഒരു സാക്ഷിയും, മിക്കവാറും ഒരു സാക്ഷി സ്ഥാനത്ത് നിന്ന് എല്ലാം കണ്ട് അവിടെ പഠിക്കുമ്പോഴാണ് ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, VJT ഹാൾ നേരെ എതിർവശത്താണ് യൂണിവേഴ്സിറ്റി കോളേജ്. അത് വലിയ സ്ഥാപനമാണ്. ആ കലാലയം നൽകിയതുപോലെ എൻ്റെ കോണ്ടംപററീസ് ആയിരുന്നു ഫിലിപ്പം പ്രസാദ്, അങ്ങനെയുള്ള കുറേ പേര്. പിന്നെ അന്നത്തെ അധ്യാപകർ, ഞാൻ ഹിന്ദിയാണ് എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്തതെങ്കിലും അറ്റൻഡ് ചെയ്ത മുഴുവൻ മലയാളം ക്ലാസ്സാണ്. ONV സാറ്, ഗുപ്തൻ നായർ സാറ്, തിരുനെല്ലൂർ കരുണാകരൻ സാറ്, ഇങ്ങനെയുള്ള അധ്യാപകരുടെ ക്ലാസ്സുകൾ കേൾക്കുക. പിന്നെ അവിടെ ഇല്ലാത്ത വേറെ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. അതിടയ്ക്കാണ് ഒരു VJT ഹാള്, വൈകുന്നേരം ആകുമ്പോൾ VJT ഹാളിൽ എന്നും മീറ്റിംഗ് ആണ്. അവിടെ പോയി ഒരിക്കൽ അവിടെ കേശവദേവ് പ്രസംഗിക്കാൻ വന്നു. കേശവദേവ് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷത്തിൽ നിന്ന് മാറി അതിൻ്റെ ഒരു വിരുദ്ധനായി വരുന്ന ഒരു സമയമാണ്. അവിടെയാണ് ആദ്യമായിട്ടൊരു മീറ്റിങ്ങിൽ
ബഹളം ഉണ്ടാവണത് മുട്ട എറിയുന്നതുമൊക്കെ ഞാൻ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ട് പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റി കോളേജ് പഠിത്തം തുടർന്നാൽ മതി, മെഡിക്കൽ കോളേജ് പോകണ്ടെന്നായി. പറ്റൂല, എല്ലാവരും കൂടെ പറഞ്ഞു. അങ്ങനെ പോയി മെഡിസിൻ പഠിച്ചു. എനിക്ക് ആദ്യം പ്രയാസമായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. 1.5 വർഷം പഠിച്ചിട്ടും അനാട്ടമി, ശരീരശാസ്ത്ര പഠനം എനിക്ക് വഴങ്ങിയില്ല, എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ മറ്റതൊക്കെ ഇഷ്ടമാണ്. ഫിസിയോളജി, ധർമ്മശാസ്ത്രം, ശരീരത്തിൻ്റെ പ്രവർത്തനം, ബയോകെമിസ്ട്രി എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അതൊക്കെ പഠിച്ച് നല്ല മാർക്ക്, ഈ അനാട്ടമി പോലും ഇഷ്ടമല്ല ഇതൊക്കെ ആണെങ്കിലും എനിക്ക് മാർക്കൊക്കെ കിട്ടി. അങ്ങനെ ജയിച്ച് അങ്ങനെ പോയി. 3ാമത്തെ വർഷം, അതായത് ഫസ്റ്റ് MBBS കഴിയുമ്പോഴാണ് ഞങ്ങൾ ക്ലിനിക്കൽ പഠനത്തിന് വരുന്നത്. ക്ലിനിക്കൽ പഠനത്തിന് വന്ന് ആശുപത്രി പോയപ്പം ആശുപത്രിയിൽ തുടിക്കുന്ന ജീവൻ്റെ തുടിപ്പുകളും ജീവിതത്തിൻ്റെ താളവും കണ്ടു തുടങ്ങി. അപ്പോൾ എനിക്ക് വീണ്ടും മെഡിസിനിലെ മെഡിസിൻ ഉൾക്കൊള്ളുന്ന ആ ഒരു സർഗാത്മകത, അത് തരുന്ന ഒരു ജീവിതത്തിൻ്റെ വൈബ്, അത് കയറി. അതോടെ ഞാൻ മെഡിസിൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പോൾ അന്ന് രാവിലെയാണ് ഈ ആശുപത്രി പഠനം. അതൊറ്റ ക്ലാസ് പോലും നിവൃത്തിയുണ്ടെങ്കിൽ ഞാൻ മുടക്കത്തില്ല. അവിടെ എല്ലാം കറങ്ങി നിൽക്കും, എല്ലാം നോക്കും. നല്ല അധ്യാപകരായിരുന്നു, മിക്കവാറും അധ്യാപകർ നല്ലതായിരുന്നു. അതേസമയം ഈ നോൺ ക്ലിനിക്കൽ മറ്റ് ക്ലാസ്, തിയറി ക്ലാസ്സൊക്കെ പരമ ബോറാണ്. പക്ഷേ ഈ ക്ലാസ് ഒന്നും മുടങ്ങാതെ കേട്ട് വലിയ ചില അധ്യാപകരുണ്ടായിരുന്നു. അവരെയൊക്കെ പറ്റുന്നിടത്തോളം എല്ലാം കേട്ടും കണ്ടും പഠിച്ചും ചെയ്തുമൊക്കെ പഠിച്ചും അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം ഉച്ചയ്ക്ക് ശേഷമുള്ള തിയറി ക്ലാസ്സുകൾ ബോറാണ്. അപ്പോൾ ഞാൻ അപ്പോഴും നല്ലപോലെ വായിക്കുന്നതാണ്. പക്ഷെ ഞാൻ സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കും മുതൽ വായിക്കും. അപ്പോൾ സാഹിത്യത്തിൻ്റെ ഒരു ഫീലുണ്ട്. ഞാൻ കുറേശ്ശെ ഇംഗ്ലീഷ് വായനയിലേക്ക് വന്നു. അപ്പോൾ മോഡേൺ ലിറ്ററേച്ചർ അന്ന് വായിച്ച് തുടങ്ങുമ്പോഴാണ് അത് മുഴുവൻ സൈക്കോളജിയാണ്, മനഃശാസ്ത്രമാണ്. 3rd ഇയർ ആയിരുന്നപ്പം വിരസമായ ക്ലാസ്സുകൾ കട്ട് ചെയ്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ലൈബ്രറിയിലിരുന്ന് ഞാൻ വായിച്ചു തുടങ്ങി. അവിടെ ചെന്നപ്പോഴാണ് മെഡിക്കൽ പുസ്തകങ്ങൾ പോലെ തന്നെ ഒരു സെക്ഷൻ മുഴുവൻ ക്ലാസിക്സാണ്. അതിവിടെ ഇരുന്നാണ് ഞാൻ ഫ്രോയിഡിൻ്റെ 11 വോള്യം കളക്റ്റീവ് വർക്ക്സ് ഓഫ് ഫ്രോയിഡ് മൊത്തം വായിച്ചു. ഈ സ്പെയർ ടൈം, രാവിലെ പോയാൽ വൈകിട്ടേ വീട്ടിൽ എത്തുള്ളൂ. യുങ്ങിൻ്റെ പുസ്തകം വായിച്ചു, ഹാവ്ലക്ക് എല്ലിസിൻ്റെ സെക്സോളജി പുസ്തകം വായിച്ചു. അപ്പം ഇത് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. മനഃശാസ്ത്രം, മനോരോഗശാസ്ത്രത്തെ പറ്റിയും കുറേയൊക്കെ മനസ്സിലാക്കി തുടങ്ങി. ഇപ്പോൾ ഫൈനൽ ഇയർ ആകുമ്പോൾ നമുക്ക് മെഡിസിനിൽ ഒരു സൈക്കാട്രി പോസ്റ്റിംഗ് ഉണ്ട്. പോസ്റ്റിംഗ് എന്ന് വെച്ചാൽ ആഴ്ചയിലൊരിക്കൽ മെൻ്റൽ ആശുപത്രിയിലാണ്, അന്ന് പേരൂക്കട ഉളംപാറ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെയാണ് സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റ്. ഡോക്ടർ ജേക്കബ് എന്ന് പറഞ്ഞൊരു പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ പോയി 1-2 ആഴ്ച പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്രയ്ക്ക് മിസറബിൾ, അത്രയ്ക്ക് യാതനാപൂർണമാണ് അവിടുത്തെ ജീവിതം. ഏറ്റവും പൊട്ടിപ്പൊളിഞ്ഞ വാർഡുകൾ, ഓടകൾ, ഓപ്പൺ ഡ്രെയിൻസ്, വസ്ത്രധാരണം ഒന്നുമില്ല, ഇല്ലാത്ത ഒരു ഇതാണ്, ഒന്നുമില്ലാത്ത ചികിത്സയൊക്കെ വളരെ പ്രാകൃതം. അവിടെയൊക്കെ കണ്ട സീനുകൾ കണ്ടപ്പം എൻ്റെ മനസ്സങ്ങ് വലഞ്ഞ്, ഇത് പഠിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? കാരണം ഇത് സഹിക്കാനുള്ളൊരു ആംബിയർ എനിക്കുണ്ടോ, മനഃശക്തി എനിക്കുണ്ടോ എന്നൊരു സംശയമായി. അപ്പോൾ ഏതായാലും MBBS പാസ്സായി, ഹൗസ് സയൻസിങ് കഴിഞ്ഞപ്പോൾ ഇനി പോസ്റ്റ് ഗ്രാജുവേഷൻ തിരഞ്ഞെടുക്കണം. എനിക്ക് സൈക്കാട്രി പഠിക്കണം എന്നുണ്ട്, പക്ഷേ അതിനുള്ള ഒരു ധൈര്യമില്ല. അപ്പോൾ ഞാനൊരു വിചാരിച്ചു, ഒരു കാര്യം ചെയ്യാം, 1 വർഷം, അന്ന് സീനിയർ ഹൗസ് ഏജൻസി എന്നൊരു പ്രയോഗമുണ്ട്. 1 വർഷം നമുക്കൊരു സ്ഥാപനത്തിൽ ഒരു സ്റ്റൈപ്പൻഡോടുകൂടി വർക്ക് ചെയ്യാം. അതൊരു പരിശീലനമാണ് വാസ്തവത്തിൽ. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 4 സെക്ഷനാണ് 1 വർഷം, 3 months. 2 എണ്ണം നമ്മുടെ ചോയ്സ് തരും. ഇപ്പോൾ എനിക്ക് സൈക്കാട്രി വേണമെങ്കിൽ സൈക്കാട്രി അപ് ടു 2 തരും. ബാക്കി 2 എണ്ണം അവരുടെ സൗകര്യം അനുസരിച്ച് ഷോർട്ടേജുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ഞാൻ സൈക്കാട്രി ചെയ്യും. സൈക്കാട്രി പറ്റുന്നില്ലെങ്കിൽ ഞാൻ മെഡിസിൻ ചെയ്തിട്ട് അടുത്ത വർഷം നല്ല മാർക്കാണ്, MBBS നല്ല മാർക്കുണ്ട്, ജനറൽ മെഡിസിൻ MD പഠിക്കും, നല്ലൊരു ഫിസിഷ്യനാവാം എന്നും പറഞ്ഞ് ഞാൻ ജിപ്മാർ പോണ്ടിച്ചേരിയിലേക്ക് പോകുന്ന കാര്യം പോലും വീട്ടിൽ പറഞ്ഞില്ല. അവിടെ പോയി. അവിടെ ചെന്ന് അവിടെ ഇപ്പം 16 ബെഡ് മാത്രമുള്ള ചെറിയൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഡോക്ടർ ഗോപിനാഥ് എന്ന് പറഞ്ഞ് അദ്ദേഹം കർണാടകക്കാരനാണ്, ബാംഗ്ലൂരുകാരനാണ്. അദ്ദേഹവും ആണ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്. ഒരു മലയാളി, ഒരു രജിസ്ട്രാറും, പിന്നെ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഒരു സോഷ്യൽ വർക്കറുണ്ട്, ഞാനും ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
പിന്നെ ഒരു ഈ ചെറിയൊരു ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്തപ്പോൾ അവിടെ പലപ്പോഴും ഈ രജിസ്ട്രാർ കാണത്തില്ല. അയാൾ വെളിയിൽ പോകുന്ന USA പോകാനുള്ള ലീവിലൊക്കെ ആയിരിക്കും, അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. മിക്കവാറും ഈ ചീഫ് ഇല്ലാത്തപ്പോൾ ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യണം, എല്ലാ ജോലിയും ചെയ്യണം. എല്ലാ ജോലിയും വെച്ചാൽ OPയിലുള്ള കേസുകൾ കാണണം, അത് പോയി പ്രൊഫസറുടെ അടുത്ത് ഡിസ്കസ് ചെയ്യണം, പിന്നെ വാർഡിൽ അഡ്മിറ്റ് ചെയ്യുന്നവൻ്റെ കേസ് ഷീറ്റ് എഴുതണം, റൊട്ടീൻസായിട്ടുള്ള ഇത് ഇഞ്ചക്ഷൻ കൊടുക്കണം, സിസ്റ്റേഴ്സ് കൊടുക്കാത്ത ഇതൊക്കെ ചെയ്യണം. പക്ഷേ വളരെ ഡെഡിക്കേറ്റഡ് സിസ്റ്റേഴ്സൊക്കെയാണ്, നല്ലൊരു യൂണിറ്റാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ വാർഡിൻ്റെ ഡോർസ് പാർട്ടീഷൻസിൻ്റെ ഒരു ഭാഗം പോലും ഗ്ലാസ്സാണ്. അപ്പോൾ പേഷ്യൻസ് വയലൻ്റായി പൊട്ടുമെന്നൊക്കെ നമുക്ക് തോന്നും, ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം അത്ര നന്നായിട്ടാണ് പേഷ്യൻസ് നോക്കുന്നത്. അദ്ദേഹം ഒരു അസാമാന്യമായ ഒരു ക്ലിനിക്കൽ ക്വാളിറ്റിയുള്ള ഒരു അധ്യാപകനായിരുന്നു, ഒരു സൈക്കാട്രിസ്റ്റായിരുന്നു. അപ്പോൾ പിന്നെ വാർഡിൽ നിന്ന് റെഫറൻസ് വരും സൈക്കാട്രി പ്രോബ്ലംസ് ഉള്ള മറ്റ് പേഷ്യൻസിന്, സർജിക്കൽ പേഷ്യൻസ്. അത് പ്രൊഫസർ ഇല്ലാത്ത സമയത്ത് അദ്ദേഹം 5:30 പോയി കഴിഞ്ഞാൽ രാത്രിയെല്ലാം കോള് പോകുന്നത് നമ്മളാണ്. നമ്മൾ പോയി സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാം. അപ്പോൾ 1-2 മാസം കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വായിക്കുകയും ഈ ചെയ്യാനുള്ള കോൺഫിഡൻസ് വരികയും ചെയ്തു. ഈ ക്രോണിക് വാർഡ്, ദീർഘകാലമായിട്ട് ആശുപത്രി കിടക്കുന്നവരുടെ വാർഡാണ്. അവിടെ മിക്കവാറും ആളുകൾക്ക് വസ്ത്രമില്ല, വസ്ത്രം കൊടുക്കൂല. പിന്നെ അതിൻ്റെ റീസൺ പറയുന്നത് മുമ്പ് അവിടെ 1-2 പേര് ഈ ഉടുവസ്ത്രം കൈലികൾ ഇങ്ങനെ കൂട്ടിക്കെട്ടി തൂങ്ങി മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. പിന്നെ രണ്ടാമത്തെ റീസൺ ഇവർ പറയുന്ന ഈ അറ്റൻഡേഴ്സാണ് സമ്മതിക്കാത്തത്, പറയുന്നത് ഇത് ഒരു ഏറ്റവും പിറകെയാണ്, വാർഡിൻ്റെ പിറകെയല്ല, ആശുപത്രിയുടെ ഉൾഭാഗത്താണ്. അവിടെ എങ്ങും ആരും വരില്ല. ഇവിടെ ഇവൻ വസ്ത്രം ഉടുത്താലെന്ത് ഇല്ലെങ്കിലെന്ത് എന്നുള്ള ഒരു ഇതാണ്.